സീറോ അവറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പി വി അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. UDF പ്രവേശന ചർച്ചകൾ സജീവമാക്കുകയാണ് പി വി അൻവർ MLA. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പാണക്കാടെത്തി സാദിഖലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കാണും. വി.ഡി. സതീശനുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. മുന്നണിയിൽ എടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് UDF എന്നും അൻവർ വ്യക്തമാക്കി. സംസ്ഥാന വന നിയമത്തിൽ ഒരു വലിയ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 972 വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF കൂടെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരുന്ന UDF അതുകൂടി ഏറ്റെടുക്കണം. അവിടത്തേക്ക് ഇത് എത്തിക്കണം. കേരളത്തിലെ ഒഫീഷ്യൽ ഗുണ്ടകൾ ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായി മാറ്റുന്ന നിയമമാണ്. ഇന്ന് തന്നെ അവരുടെ സാന്നിധ്യം, അവരുടെ അക്രമം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. യെസ്, പി വി അൻവർ അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനം നടത്തി തന്റെ നയം വ്യക്തമാക്കിയത്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. നന്ദഗോപാൽ, എന്തൊക്കെയാണ് UDF പ്രവേശനത്തിന് കാരണമായി പി വി അൻവർ നിരത്തുന്നത്? അതായത് നേരത്തെ കോൺഗ്രസും CPM ഒക്കെ ഓരോ നെക്സസിന്റെ ഭാഗമാണ് എന്നുള്ളതായിരുന്നു അൻവറിന്റെ വാദം. പക്ഷേ ഇപ്പോൾ UDF അൻവറിന് പുണ്യാളന്മാരായി മാറുകയാണ്. UDFിലേക്ക് ചേക്കേറാൻ അൻവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നൗഫൽ, ഇന്നലെ ഈ ജയിൽ മോചിതനായ ശേഷം തന്നെ UDFിലേക്ക് പോകാൻ, UDFിന്റെ പിന്തുണ സ്വീകരിക്കാൻ അൻവർ ഒരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് UDFിനൊപ്പം ചേർന്ന് UDFിന്റെ പിന്തുണയോടുകൂടി പോരാടാൻ, LDFിനെതിരെ പോരാടാനാണ് അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഏറ്റവും ഈ ഒരു വന നിയമ ഭേദഗതി ബിൽ, ഇതിനെതിരെ പോരാടണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇത് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് പ്രതിസന്ധിയായി മാറും. മലയോര കർഷകർക്കും ഒപ്പം തന്നെ ആദിവാസികൾക്കും വലിയ തിരിച്ചടിയാകും. ഒപ്പം ഈ നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അത് വലിയൊരു ലോബിയാണ് ഇതിനു പിന്നിൽ. ഇവർക്കെതിരെ പോരാടാൻ UDFിനൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അൻവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ ആ കാര്യത്തിൽ UDFിനൊപ്പം നിൽക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി ഇന്നിപ്പോൾ പാണക്കാട് സന്ദർശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും പാണക്കാടേക്ക് അൻവർ എത്തുക. ഇവിടെ സാദിഖലി ശിഹാബ് തങ്ങളെയും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെയും അദ്ദേഹം കാണും, അവരോട് ചർച്ച നടത്തും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരാണ് UDFിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പിന്തുണയോടുകൂടി UDFിൽ ഒരു സമ്മർദ്ദം ചെലുത്തി ഈ മുന്നണിയിലേക്ക് കയറാനുള്ള ഒരു സാധ്യത തേടുകയാണ് അൻവർ എന്നുള്ളതാണ് ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ നേരത്തെ തന്നെ ചോദിച്ച ഒരു കാര്യം, UDFിനെ വലിയ രീതിയിൽ അദ്ദേഹം വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഈ ഒരു UDF പ്രവേശനത്തിലേക്കുള്ള കാര്യത്തിൽ ഒരു തടസ്സമായി മാറുമോ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് അന്ന് തന്റെ നിലപാടുകൾ മറ്റൊന്നായിരുന്നു, ഈ ഒരു നിലപാടൊന്നും ഇരുമ്പുലക്കയല്ല, അതൊക്കെ മാറും എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവുമായൊക്കെ താൻ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. ഇവിടെ ഒരു ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങൾ നൽകുന്നതിന് പ്രതിപക്ഷ നേതാവ് സഹായിച്ചിരുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് തനിക്ക് അനുകൂലമായി പല നിലപാടുകളും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹവുമായി സംസാരിച്ചതാണ്. അതുകൊണ്ട് UDFിലേക്ക് അവരുടെ ഒരു പിന്തുണ തനിക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അൻവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും CPMനും ഒപ്പം തന്നെ LDFിനെയും വലിയ തോതിൽ വിമർശിക്കാനും അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരുന്നു. അതായത് ഈ ഒരു വന നിയമ ഭേദഗതി ബിൽ ഒരു ലോബിക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ഈ മന്ത്രി AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ ആക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബില്ലിൽ ഒപ്പിടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. തോമസ് K തോമസ് ഈ ഒരു ബില്ലിൽ ഒപ്പിടില്ല, അത് ക്രൈസ്തവർക്കെതിരായി വരും, അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഒപ്പിടാൻ തയ്യാറാകില്ല എന്നുള്ളത് മന്ത്രി പിണറായി വിജയന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് AK ശശീന്ദ്രനെ സ്ഥാനത്ത്
അന്നും മാറ്റാത്തതെന്നും പി അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം നന്ദു, ഈ വന നിയമവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം LDF-നെതിരെ ഇപ്പോൾ വാളോകുന്നത്. അതോടൊപ്പം ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം UDF ആണ് ഇവിടെ ആവശ്യമെന്ന് പറയുകയും ചെയ്തത്. മറ്റു വിഷയങ്ങൾ എന്തൊക്കെ അദ്ദേഹം പരാമർശിച്ചു? കാരണം പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് UDF-നോടുള്ള അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് നിലപാട് മാറിയോ? UDF ആണോ ഇപ്പോൾ നല്ലത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കാരണമായി അദ്ദേഹം പറയുന്നത് എന്താണ്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോട് PV അൻവറിനോട് അനുകൂലമായ നിലപാടല്ല ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് വിലങ്ങുതടിയാവുമെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ടോ? ഇപ്പോൾ അത്തരത്തിലൊരു ഭയം PV അൻവറിന് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അത് PV അൻവർ ഇടതിനൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച സമയത്ത് വലിയ തോതിൽ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിമർശിച്ചിരുന്നു, UDF-നെ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചോദ്യം പ്രത്യേകമായി എടുത്തു ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെയൊക്കെ കാര്യമായി തന്നെ താങ്കൾ ഒരു ഘട്ടത്തിൽ വിമർശിച്ചതാണ്. അപ്പോൾ UDF-നുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതൊരു വിലങ്ങ് തടിയാകില്ലേ, ഇതൊരു തടസ്സമാകില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അവിടെയാണ് PV അൻവർ പറഞ്ഞത് തന്റെ നിലപാട് അതൊന്നും ഇരുമ്പുലക്കയല്ല എന്നുള്ളത്. നിലപാടുകളിൽ മാറ്റം വരും, അത് ഓരോ ഘട്ടത്തിനനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരും. അത് പ്രതിപക്ഷ നേതാവുമായി താൻ സംസാരിക്കുകയും ചെയ്തതാണ്. പ്രതിപക്ഷ നേതാവ് തനിക്ക് ഒരു സാജു PV അൻവർ UDF-ലേക്ക് പോകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് UDF ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VD സതീശന്റെ നിലപാടാണ്. അദ്ദേഹം ഇപ്പോൾ ലീഗിന്റെ സമ്മർദ്ദത്തിലൂടെ UDF-ലേക്ക് എത്താനാണ് PV അൻവറിന്റെ ശ്രമമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആദ്യം തന്നെ ലീഗ് നേതാക്കളെ കാണുകയും ചെയ്യുന്നത്. എന്താണ് UDF ക്യാമ്പിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു നിലപാട്? ഏത് രീതിയിലേക്കാണ് പോകുന്നത്? നൗഫലെ, അൻവറിന്റെ UDF പ്രവേശനം എന്നത് വരുന്ന ആളുകളിൽ സംഭവിക്കാം. പക്ഷേ ആ യാത്ര അത്ര സുഗമമൊന്നുമല്ല. ആ റോഡിൽ ഒരുപാട് കല്ലും മുള്ളും ഗട്ടറുകളുമൊക്കെ ഉണ്ട്. അത് താണ്ടി വേണം ആ പാളയത്തിനുള്ളിലേക്ക് അൻവറിന് പ്രവേശിക്കാൻ. പക്ഷേ അൻവർ അതിനുള്ള വഴി വെട്ടി തുടങ്ങിയിരിക്കുന്നു. താൻ ഇനി ഒറ്റയാൾ പോരാട്ടം ഇല്ല എന്ന് പറയുകയും UDF-നൊപ്പം ജനകീയ വിഷയങ്ങളിൽ സഹകരിക്കും എന്നും പറഞ്ഞതിലൂടെ കൃത്യമായ സന്ദേശം UDF-ന് കൈമാറുകയാണ് ചെയ്തത്. ഇന്നലെ ഘടകകക്ഷികൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് UDF-ലേക്ക് വരണം. UDF-ലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് പിണറായി സത്തിനെതിരെ അദ്ദേഹത്തിന് പോരാടാൻ കഴിയുമെന്നുള്ള ന്യായമാണ് അദ്ദേഹം നിരത്തുന്നത്. ഇപ്പോൾ UDF ആണ് വിജയിക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണ് UDF-ന്റെ നിലപാട്? അൻവറിനെ സ്വീകരിക്കാൻ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ UDF ഇപ്പോൾ തയ്യാറാണോ? UDF-ന് അനുകൂലമായി ശ്രീ അൻവർ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളോടും ഞാൻ യോജിക്കുകയാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഭരണ നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. പിണറായി വിജയന്റെ പ്രവർത്തനത്തെയാണ് ശ്രീ അൻവർ ശക്തിയായി എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് വരികിൽ സ്വാഭാവികമായും എല്ലാവരും ചേർന്ന് എതിരായിട്ടുള്ള ഐക്യനിര ഉള്ളതാണ് ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അൻവർ വ്യക്തമാക്കുന്നത് അദ്ദേഹം UDF-നോട് നേരത്തെ പറഞ്ഞ പല നിലപാടുകളും അദ്ദേഹം മാറ്റിപ്പറയുകയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് UDF-ഉം LDF-ഉം ഒരു നെക്സസിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. പക്ഷേ ആ നിലപാടൊന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല. നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ അഭിപ്രായം ഇരുമ്പുലൊക്കെയല്ല, അത് മാറി മാറി വരുന്നതാണ്. ഇത്തവണ അദ്ദേഹം പറയുന്നു UDF-ലേക്ക് തനിക്ക് പോകണം, UDF ഇവിടെ വിജയിക്കുകയുള്ളൂ, UDF ആണ് വിജയിക്കേണ്ടത് എന്നുള്ള അത്തരത്തിലൊരാളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക തന്നെയല്ലേ വേണ്ടത്? എന്തിനാണ് അധികം ഇനി അമാന്തിച്ചു നിൽക്കുന്നത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലൈനിൽ ഇല്ല. ഇപ്പോൾ നമുക്ക് സാജുവിലേക്ക് തന്നെ പോകാം. സാജു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. UDF-ന്റെ ഇപ്പോഴുള്ള ഒരു നിലപാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാരണം UDF-ൽ പല വഴിക്കും നേരത്തെ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. VD സതീശൻ ഇപ്പോഴും ഒരു കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം അൻവറിനോട് അനുകൂലമായ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചു വരുന്നത് എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തടസ്സം PV അൻവറിന് UDF-ലേക്ക് വരാൻ ഇനി ഉണ്ടോ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ വഴിവെട്ടി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ വഴിയിൽ ഒരുപാട് കല്ലും മുള്ളും ഗട്ടറുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഘടകകക്ഷികളുടെ നിലപാടുണ്ട്. കോൺഗ്രസിലെ വി ഡി സതീശൻ അടക്കമുള്ളവർ ഇതുവരെ സ്വീകരിച്ചു വന്ന അൻവറിനോട് സ്വീകരിച്ചു വന്ന നിലപാടുണ്ട്. പക്ഷേ അൻവറിനെ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ UDF-ൽ തർക്കങ്ങളില്ല. പക്ഷേ അത് ഉടനെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമോ എന്നതടക്കമുള്ള കാര്യത്തിലായിരുന്നു തർക്കങ്ങൾ നിലനിന്നിരുന്നത്. അവിടെയാണ് അൻവറിന്റെ ഒരു പരസ്യ പ്രസ്താവന ഇന്നത്തേക്ക് വന്നിരിക്കുന്നത്. താൻ ജനകീയ വിഷയങ്ങളിൽ UDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളത്. അതൊരു മഞ്ഞുരുക്കത്തിന്റെ പാത ആയി വേണം നമുക്ക് കരുതാൻ. ഇതിനെ മുഖവിലേക്കെടുത്തുകൊണ്ട് UDF നേതൃത്വത്തിന് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ സംസാരിച്ചപ്പോൾ അൻവറിനെ പൂർണ്ണമായും അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലേക്ക് സ്വാഭാവികമായും ഇനി ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ പാതി മനസ്സുണ്ട് അൻവറിനെ UDF-ന്റെ ഭാഗമാക്കുന്നതിലേക്ക്. അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ കോൺഗ്രസിന്റെ മനംമാറ്റം, കോൺഗ്രസിലെ എതിർക്കുന്ന വിഭാഗത്തിന്റെ മനംമാറ്റം ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് മലപ്പുറത്തെ കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം നിലമ്പൂർ എന്ന ആണ് അൻവറിന്റെ തട്ടകം. ആ തട്ടകത്തിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. അവർക്കും കണ്ണുള്ള സീറ്റ് കൂടിയാണ്. അൻവർ UDF പാളയത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അൻവറിന് ആ നിലമ്പൂർ നൽകേണ്ടി വരും. അപ്പോൾ മറ്റു നേതാക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധാരണകളിലേക്ക് കോൺഗ്രസ് ആദ്യമേ എത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അൻവറിനെ മുന്നണിയിലേക്ക് ആക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് അന്തിമമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നു. അത്തരം പ്രതിസന്ധികളെ ആദ്യം ഇല്ലാതാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ, അൻവർ UDF-ലേക്ക് പ്രവേശനത്തിന്റെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന സമീപനം പുറമേക്ക് സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവിന് നിയമസഭയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഇന്ന് അൻവർ നടത്തിയ പ്രസ്താവനയിൽ പ്രതികരണം ആരായുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. സ്വാഭാവികമായും ഇന്നലത്തേതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കാര്യങ്ങൾ വികസിച്ചിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മറുപടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഘടകകക്ഷികളായ RSP അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു പിണറായി വിരുദ്ധതയുടെ പേരിൽ മാത്രം ഒരാളെ മുന്നണിയിൽ എടുക്കേണ്ടതില്ല. അയാൾ ഇതുവരെ സ്വീകരിച്ചു വന്ന സമീപനങ്ങളെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ട് UDF-നൊപ്പം നിൽക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന്, ആ വ്യക്തത വരുത്തൽ കൂടിയാണ് ഇന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ അൻവർ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അൻവറിനെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ ഇനി ഘടകകക്ഷികൾക്കും കഴിയില്ല. സ്വാഭാവികമായും ഒന്നല്ലെങ്കിൽ അൻവറുമായി ഒരു സഹകരണ അടിസ്ഥാനത്തിൽ UDF-ന് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഏതായാലും തീരുമാനം ഉടനടി എന്നതുണ്ടാവില്ല. പ്രത്യേകിച്ച് മുന്നണി പ്രവേശനമാണെങ്കിൽ ആ തീരുമാനം ഉടനടി ഉണ്ടാവില്ല. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ ധാരണയുണ്ടാവണം. ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. അടുത്ത UDF യോഗത്തിൽ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനമോ പ്രഖ്യാപനമോ ഒക്കെ ഉണ്ടാകുക. നൗഫൽ. യെസ്, KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്. PV അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം UDF-ലേക്ക് പോകാൻ സന്നദ്ധനാണ്. അതിനുള്ള ചർച്ചകൾ അദ്ദേഹം തുടങ്ങി വെക്കുകയാണ്. പക്ഷേ മറുവശത്ത് ഇപ്പോഴും ഒരു ഗ്രീൻ സിഗ്നൽ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ അത് അധികം വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് PV അൻവർ പങ്കുവെക്കുന്നത്. കാരണം ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വനനിയമവുമായി ബന്ധപ്പെട്ട് UDF-നെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. UDF-ന് അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം നയിക്കാൻ കഴിയുക, UDF-നെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്ന് PV അൻവർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്.